നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു അവസരം നൽകിയത് ബിഗ് സല്യൂട്ട്. അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ക്രൈസ്തവ കുടുംബത്തിൽ CSI സഭയിലാണ്. എൻ്റെ അപ്പൂപ്പൻ എൻ്റെ പട്ടിയിൽ കപ്പിയായും ഡീക്കനൊക്കെയായി. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ ഡീക്കനസ് ആയിരുന്നു, പിന്നെ ശ്രീനസിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ വന്നെങ്കിലും ഒരു പള്ളിയിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഞങ്ങളൊരു സ്റ്റേജിലിരുന്നിട്ട് ഞാൻ സ്റ്റേജിലേക്ക് അമ്മ ഓഡിയൻസിലുണ്ട്. പക്ഷേ എൻ്റെ ശുശ്രൂഷയിൽ 14ാമത്തെ പള്ളിയാണ്. ഞാൻ സെമിനാരി പഠിച്ചിരുന്നപ്പോൾ പോയി ശുശ്രൂഷയുടെ ദേവാലയങ്ങളെ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ 14ാമത്തെ പള്ളിയാണ്. ഈ 14 പള്ളികളിലൊന്നും സെൻറ് ഓഫ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വികാരനിർഭരമായ ഒരു സെൻറ് ഓഫ് ജീവിതത്തിൽ ആദ്യമാണ്. സാധാരണ സംഘടനക്കാരൊക്കെ ഒരു 2 വാക്ക് പറഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ വിടുകയാണ് സാധാരണ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ 5 വർഷം 9 മാസം കൊച്ചമ്മനെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു രാത്രിയിലൂടെ വരുമ്പോൾ ഒരു താടി വെച്ച മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ, ഇതൊന്നും നമ്മുടെ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുകയാണ്. അവരാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അത് വന്ന് അങ്ങനെ ഞങ്ങളെ ഇവിടെ സാറിന് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ MM ചർച്ചിൽ 1 വർഷം ഉണ്ടായിരുന്നു. സാറ് SC കൗൺസിലിൻ്റെ വീട്ടിലെല്ലാവരും അന്ന് ഞങ്ങൾ ഒരു ഫോട്ടോ സെഷനൊക്കെ എടുത്തു. അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സാറുമായിട്ടുള്ള ഫോട്ടോ. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യം അതുമുതൽ ആ 2019 മെയ് മാസം 1 മുതൽ ഇവിടുത്തെ ശുശ്രൂഷകനായി ഈ സമയം വരെയും ദൈവം ഞങ്ങളെ നടത്തി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം ഞാൻ ശുശ്രൂഷ ഏകദേശം 250ഓളം അതിലധികം കുടുംബങ്ങളുള്ള ഒരു വലിയ ദൈവാലയമാണ് ചേക്കോട്ടുള്ള ദൈവാലയം. വലിയ ഗോപുരവും വലിയ ആളും ബാൽക്കണിയൊക്കെ ഉള്ള ഒരു വലിയ ഇടമായിരുന്നു. അപ്പോൾ ഒരു ആരാധനയ്ക്ക് 750 ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ദൈവാലയം. അവിടെ നിന്ന് ഒരു കുഞ്ഞു ദൈവം അവിടുത്തെ ഒരു പിന്മുറിയുടെ അത്ര വലിപ്പം പോലും ദൈവാലയത്തിനില്ല. അങ്ങനെ എനിക്ക് വളരെ വിഷമമാണ്. എങ്കിലും ദൈവം നിയോഗിക്കുന്ന സ്ഥലം. എനിക്ക് ആദ്യം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചാർജ് തരാമെന്നൊക്കെ പറഞ്ഞ് ആണ് എന്നെ ഇങ്ങോട്ട് അവിടെ മാറ്റിയത്. പക്ഷേ അതിൻ്റെ ചാർജ് തന്നില്ല. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ബുദ്ധിമുട്ട് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. കാരണം ഇവിടെ വരുമാനമില്ല. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചാർജ് തന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും പണി കിട്ടി എന്ന് വിചാരിച്ചു ഇരിക്കുമ്പോൾ ഒരു 1.5 മാസം കഴിയുമ്പോഴാണ് പിന്നെ അവിടുത്തെ ചാപ്പളയിലാക്കി, പിന്നെ ബർസാവാക്കി എന്നെ മാറ്റി. ഇന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഒരു ചെറിയ തുടക്കം, പക്ഷേ അതിൻ്റെ ഒടുക്കം ഇപ്പോൾ നന്നായിരിക്കും. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനസ്സിലാക്കി കാര്യങ്ങളാണ്. ഞാൻ ഞായറാഴ്ച ആരാധന നടന്ന തിരുപ്പതി കയറുമ്പോൾ മാക്സിമം ഒരു 3 പേരായിരിക്കും ഇവിടെ ഉള്ളത്. ഈ ബെഞ്ചെല്ലാം ഒഴിഞ്ഞു. ഞാൻ വിചാരിക്കും ദൈവമൊക്കെ ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത പ്രാർത്ഥനകളിൽ പോകണം, എന്തായാലും ഒരു അപേക്ഷ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യത്തെ വർഷം പോലുള്ള കാഴ്ചയാണ്. അപ്പോൾ ആശീർവാദം അല്ലെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ നമ്മുടെ ബെഞ്ചെല്ലാം ഇല്ലാതെ ഇപ്പോൾ പിന്നെ അങ്ങനെ ഉച്ചയ്ക്കാകുമ്പോൾ നമ്മളെല്ലാം ആക്ട് ചെയ്യാവുന്നത് കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ വാർഡ് കൺവെൻഷൻ തുടങ്ങിയത് 7:30 മണിയായിരുന്നു തുടങ്ങി. താഴെ കൊണ്ടുപോകുന്ന കാലാവസ്ഥ മാറി നിൽക്കുമ്പോൾ ഇത് നടക്കുമോ എന്നൊക്കെ ഞാൻ എന്തായാലും നടത്താം ഉള്ളൊരു ചെറുപ്പം. പക്ഷേ ഒരു 10-15 എല്ലാവരും തന്നെ വന്നു. നല്ലൊരു മീറ്റിംഗ്, നല്ല ചെറിയൊരു പ്രസംഗം, നല്ലൊരു പ്രസംഗം, നല്ലൊരു ആരാധന, വളരെ സന്തോഷം. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ചത്. കാരണം തുടക്കം ചിലപ്പോൾ പലപ്പോഴും മോശമാണെങ്കിലും അവസാനം നന്നായിരിക്കും എന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി. ദൈവം എന്നെ ഞാൻ അർഹിക്കാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കാത്ത തലങ്ങളിലൊക്കെ എന്നെ നടത്തിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായിട്ടാണ് ഞാൻ ദൈവം നടത്തി. ഞാൻ പഠിച്ച കോളേജുകളിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ +2 മുതൽ ട്യൂഷൻ ഫീൽഡിലാണ്. +2 ആയപ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജുകളിൽ ഞാൻ എൻ്റെ അനിയനെ തന്നെ പഠിപ്പിച്ചു. ഡിഗ്രിക്ക് ഞാൻ എൻ്റെ അനിയൻ എൻ്റെ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അവരെ ഞാൻ പഠിപ്പിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടി. സെമിനാരിയിൽ പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ എനിക്കും ഒരു വലിയ ആഗ്രഹം സെമിനാരിയിൽ. ഇപ്പോൾ ഞാൻ സെമിനാരിയുടെ പാർട്ട് ടൈം അധ്യാപകനാണ്. DCPC എന്നൊരു കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട്. അവിടെ പാർട്ട് ടൈം ഫാക്കൽറ്റിയാണ് ഞാൻ പഠിച്ച കോളേജിൽ പഠിക്കും. ഞാൻ MPH പഠിക്കുന്ന സമയത്താണ് അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. ഞാനൊരു ക്യാമ്പസിൽ താമസിക്കുക. ഞാൻ കുടുംബമായിട്ട് താമസിക്കുക.
പക്ഷെ അവിടെ ആരാധന നടത്താൻ, ചാപ്പലിൻ്റെ ആരാധന നടത്താൻ വരുന്ന അച്ഛൻ അങ്ങ് ശ്രീകാര്യത്തിൻ്റെ അപ്പുറത്ത് ചേങ്കോട്ടുമാണ് ഡിസ്ട്രിക്ട് അവിടെ പള്ളിയിൽ മേലാര്യത്തിൽ അവിടെ അതിനടുത്തുള്ള കാര്യവട്ടത്തിനടുത്തുള്ള പള്ളിയിലെ ജയരാജനാണ്, മേമജൂർ എന്ന് പറയുന്ന പള്ളിയിലെ അച്ഛനാണ്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം 8:30 വരെ വന്ന് 15 മിനിറ്റ് ആരാധനകളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ച് ദൈവമേ, ഞാനിവിടെ അടുത്ത് കിടന്നിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷെ ദൈവം ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചുമതലയെ ഏൽപ്പിച്ചു. ആ കോളേജിലെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാനും പ്രിൻസിപ്പളൊക്കെ പറഞ്ഞു, ഇന്ന് മഹായുടെ കാര്യം നമുക്കറിയാം. ആ കോളേജിലെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളാണെന്ന് തീരുമാനിച്ചത്. അത്രത്തോളം ദൈവം തന്നെ നടത്തി. വേറെ അവസാനത്തെ ഉദാഹരണം, ഞാൻ ഈ റോഡിങ് ചെയർ കാരണം ഈ കറങ്ങുന്ന കസേര ഞാൻ പല വിഷയങ്ങളിലൊക്കെ പോകുമ്പോൾ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വാങ്ങാൻ വലിയ ചിലവൊന്നുമല്ല, പക്ഷെ നടന്നിട്ടില്ല. ഇത് ഒരു 6,000-7,000 കൊടുത്താലൊക്കെ നല്ല വാങ്ങണം. നമുക്കൊരു 6,000 കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഒരു സാമ്പത്തിക വലിയ. പക്ഷേ നടന്നിട്ടില്ല. കാരണം ശമ്പളം കിട്ടി ദശാംശം മാറ്റി പിന്നെ ഓരോരോ കാര്യങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ കാണത്തില്ല, എൻ്റെ പോക്കറ്റിൽ കാണും. ഞാൻ 1 രൂപ എൻ്റെ എന്ന് പോയാൽ എൻ്റെ പേഴ്സിനകത്ത് പൈസ കാണത്തില്ല. പക്ഷെ ഇതുവരെ എനിക്കൊരു കുഴപ്പം സംഭവിച്ചില്ല. അത് പൈസ ഇല്ലാത്ത ഞാൻ പേഴ്സിന് പൈസ ശീലം കിട്ടി. ചിലപ്പോൾ 5-10 രൂപ അല്ലെങ്കിൽ മാക്സിമം 100 രൂപ അവരുടെ പോക്കറ്റിൽ കാണും. ചില ദിവസം കോളേജിൽ 1 രൂപ പോലും കാണത്തില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ അത് എനിക്ക് നടന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഈ പള്ളിയിൽ ചാർജ് പ്ലസ് എന്ന് തന്നെ പറയും. അപ്പോൾ എനിക്കൊരു ചെയർ വാങ്ങിക്കാം, എനിക്കൊരു കറങ്ങണം, എനിക്കൊരു വളരെ എന്നെക്കൊണ്ട് പറ്റത്തില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, ഉള്ള ചെയറൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ അതിശയിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജീവൻ നേരത്തെ അച്ഛൻ ചെയർ ഞാൻ വാങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് മറന്നു. എന്തായാലും പക്ഷേ ഞാൻ എങ്ങനെ ഒരു ഞാൻ വിചാരിക്കാം, നമ്മുടെ ദൈവത്തെ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. അതിനപ്പുറമായിട്ടൊക്കെ നന്മകളിലൂടെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ഈ 5-3 വർഷത്തോളമുള്ള അതിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആളുകൾ കുറവാണെങ്കിൽ പക്ഷെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ് അത് ഒരു വലിയ ഇടവകയിൽ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചിലപ്പോൾ അവരൊക്കെ നമ്മളെല്ലാവരും പറയുന്നു. വളരെ കുറച്ച് ആളുകളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മനസ്സ് തുറന്ന് അച്ഛൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ചിലയിടത്ത് കമ്മിറ്റി കാര്യം പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് അല്ലേ ഇനി പോകുന്ന പള്ളിയെ കുറിച്ചൊക്കെയുള്ള അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നു. ഓരോ പള്ളിക്ക് ഓരോ ഒരു കൾച്ചർ. ഇവിടെ വരുമ്പോൾ ഒരു മുളങ്ങിനകത്തുള്ളൊരു പള്ളി മുതുകാട് ഇതൊക്കെയുള്ള ഒരു കൾച്ചർ. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ അത് അനുഭവിക്കുന്നു. ഇവിടെ വരുമ്പോൾ ചില സമയത്തൊക്കെ താഴെ ഇരിക്കുന്ന വഴക്കുണ്ടെങ്കിലും എല്ലായിടത്തുള്ള വഴക്കുകളൊക്കെ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയാ ഒരുമിച്ച് ഒരു കുടുംബം പോലെ നമുക്ക് അല്ലെങ്കിൽ കുടുംബം പോലെ കുടുംബം തന്നെയായിട്ട് നമുക്ക് കഴിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കിയത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞങ്ങളെ കരുതിയ നിങ്ങളെ ഒരിക്കലും മാറുക. കാരണം ഈ കോവിഡ് സമയം നിങ്ങൾ പെട്ടുപോയ ഒരു കാലഘട്ടമാണ്. 4 പേർക്കും കോവിഡ്. അന്ന് മൂന്നാർ പോയിട്ട് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ 2 കാറിലായിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇപ്പോഴുണ്ടായിരുന്നു. അതിലേറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനായിരുന്നു ഷൈൻ ഡി അച്ഛൻ. നമ്മുടെ കരകുളം പള്ളിയിലുള്ള നമുക്കറിയാം. അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു രാത്രിയിലാണ് എന്നെ ഫോൺ ചെയ്തത്. തലേ ദിവസം രാത്രി ഞാൻ എൻ്റെ വേറെ സുഹൃത്തിനോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് അച്ഛനെന്ന്. കുഴപ്പമില്ല, പക്ഷെ വ്യത്യാസമായിരുന്നു. അതുപോലെ വേറെ അച്ഛനാണ് ബിജു പറഞ്ഞത്. അച്ഛനാണ് എനിക്ക് അവിടെ ഫുഡ് വിളമ്പി തരുന്നത്. ഞങ്ങൾ പോയി കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് അത്ര എൻ്റെ സീനിയറായിട്ട് പഠിച്ചത് അച്ഛനാണ്. പക്ഷേ അച്ഛനമ്മ ചെറിയ സന്തോഷം ബുദ്ധിമുട്ടൊക്കെ പോയി നമ്മൾ അറിഞ്ഞൂടാ. ഒരു വർഷം കാണാതിരുന്നിട്ട് 2 വർഷം കാണാതിരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കണ്ടുകിട്ടിയ ഒരു അവസരമാണ് മൂന്നാർ. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യും. പക്ഷേ രാത്രി ഒരു ദിവസം രാത്രി ഞാൻ അറിയുന്നു അച്ഛൻ സീരിയസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, സൗഖ്യമാണ്, ആവശ്യപ്പെടുകയാണ്. പക്ഷെ രാവിലെ 4 മണിയായപ്പോൾ മറ്റേ അച്ഛനെ ഇരിക്കുന്നു, അച്ഛൻ മരിച്ചു. ഞാൻ കോവിഡായിട്ട് കിടക്കുന്ന സമയത്താണ്. പിന്നെ ഞാൻ ആകെപ്പാടെ തളർന്നു. ഞാനും വിചാരിച്ചു നമ്മുടെ കാര്യം പദാർത്ഥം തന്നെയാണ് അങ്ങനെയൊക്കെ. പക്ഷെ ദൈവം വിഷയം നടന്നത് ഏറ്റവും ഞാൻ ഓർമ്മിക്കുന്ന വേഗയല്ലേ. ഒരു ദിവസം ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരികയാണ്, ഒരു സദ്യ. ഈ വെള്ളം ചൂടാക്കി ഒരു തൂക്കുപാത്രത്തിനകത്ത് വെള്ളം നരിക്കൊണ്ടു നല്ലൊരു സദ്യ പായസം എല്ലാം കൂടെ ചേർത്ത്. എന്ന് പറഞ്ഞാൽ ഞാൻ കോവിഡ് സമയത്ത് ഒരു അച്ഛൻ പറഞ്ഞത് 1 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ആരും തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഫുഡ് എക്സസൈസ് പലരും കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു കുറവുമില്ലാതെ ഞങ്ങൾ അത്രത്തോളം നടത്തി
നിങ്ങളെ എന്താ പറയുക ഏരിയാവിനെ കാക്ക പോഷിപ്പിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളിലൂടെ അത് ഒരിക്കലും ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിക്കവാറും പ്രസംഗത്തിൽ ഈ കോവിഡ് എക്സ്പീരിയൻസ് ഞാൻ പറയാതെ പോകുന്നില്ല. അത് അത്രയ്ക്ക് എന്നെ നിങ്ങൾ കരുതിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ 2 സഭാ സെക്രട്ടറിമാരോടൊപ്പം ഞാൻ പ്രവർത്തിച്ചു. നേരത്തെ പറഞ്ഞ സ്റ്റീവൻ സാർ, പിന്നെ ഇപ്പോൾ രവികുമാർ സാർ. ഇപ്പോൾ 2 പേരും സ്റ്റീവൻ സാർ നല്ല ഒരു പോസ്റ്റ് റിട്ടയർഡായിരിക്കും. പക്ഷേ പള്ളിയിൽ അദ്ദേഹം വേറെ ഒരു ഇല്ല എന്ന് പറയുന്നത് അച്ഛൻ പറയണം സാറിൻ്റെമാർക്ക്. അതാണ് അച്ഛൻ സാറിൻ്റെ ഒരു രീതി എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം സാറിന് അറിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒന്ന് കമ്മിറ്റി വെക്കുക. നല്ല രസം ഒരു കാലഘട്ടം. അതുപോലെ തന്നെ രവികുമാർ സാർ ഈ ഒരു എന്തെങ്കിലും ഒരു ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കുന്നതിൽ സാറ് കമ്മിറ്റിയിൽ ഇരുന്നാലും നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാവരും അത് നല്ലൊരു കമ്മിറ്റി. 2 സെക്രട്ടറിമാരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഞാൻ സിനോ ഡോക്ടറായിരുന്നു. ഞങ്ങളും സാറും പലപ്പോഴും സാറ് തരാൻ പറ്റുന്ന സാഹചര്യം നമ്മളെ ഒരുമിച്ച് കണക്കോട്ട് പിന്നെ ഫിലോമിന് എല്ലാം ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞാലും സഭയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരെ അത്രത്തോളം ആത്മാർത്ഥമായി. അപ്പോൾ എനിക്കത് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ പ്രവേശനോത്സവം. അപ്പോൾ പ്രവേശനോത്സവം എനിക്ക് വലിയൊരു എനർജിയാണ്. അത് ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രവേശനോത്സവം നമ്മളൊരു ആഘോഷമാക്കി ഏറ്റവും 10-15 പേരുടെ പേരിൽ അധ്വാനിച്ച ഒരു ഉത്സവമായിട്ട് മാറി. അത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമുക്കുള്ള കപ്പാസിറ്റി. നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പഴയ ചെറിയ പണിയാണെന്നൊക്കെ ഒതുങ്ങിയിരിക്കേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കും. എമോനസിനോടൊപ്പം നമ്മൾ മത്സരിക്കുന്നില്ല. ഇവിടെ A ഗ്രേഡ് B ഗ്രേഡ് ഉണ്ട്. മറ്റു ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ A ഗ്രേഡ് B ഗ്രേഡ് C ഗ്രേഡ് ഉണ്ട്. നമ്മളെല്ലാം C ഗ്രേഡ് ഇല്ല. ഇപ്പോൾ എങ്ങനെയല്ല നമ്മൾ A ഗ്രേഡ് പള്ളിയോടുകൂടെ 3000 കുടുംബമുള്ള പള്ളികളോട് നമ്മൾ 50 കുടുംബമുള്ള പള്ളി മത്സരിക്കും. എന്നിട്ട് നമ്മൾ സമ്മാനം മേടിക്കുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് അത് കഴിയും. അത് ഏറ്റവും നല്ലൊരു കാര്യം. ഞാൻ പറഞ്ഞൊരു വികാരപ്രദമായ ഒരു സംഘം ഇത്രയും പ്ലാനിങ്ങും ഞാൻ പ്രതീക്ഷിച്ചില്ല. മാക്സിമം സാറ് പറഞ്ഞതുപോലെ 10 എൻ്റെ മനസ്സിൽ 10 വരും എന്നൊക്കെ ഇപ്പോൾ മണി 12 കാലമായി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലൊരു കോർഡിനേഷൻ അങ്ങനത്തെ ഞാൻ പറയുന്നു. നല്ല കോർഡിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളിനകത്തുണ്ട്. ഇനി അത് അച്ഛന്മാർ അച്ഛൻ അടുത്തൊരു അച്ഛൻ വരും. നമുക്ക് നമ്മളിവിടെ ഉണ്ട് അല്ലേ? അതല്ലേ നമ്മളിവിടെ ഉണ്ട്. നമ്മളിവിടെ പോകുന്നില്ല. നമ്മളിവിടെ തന്നെയുള്ളൂ. നമുക്കത് ചെയ്യാം. ഒരു അച്ഛൻ വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ചില മാതൃകകളുണ്ട്. അത് സ്വീകരിച്ച് അടുത്ത അച്ഛനെ കുറിച്ച് നമ്മുടെ സഭയാണ് വളരുന്നത്. നമുക്കൊരു ഫെലോഷിപ്പ് അതിനകത്ത് കിട്ടും. അതിന് തീർച്ചയായിട്ടും വളരെ സഹായം. പിന്നെ നേരത്തെ വെച്ചോ പറയുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം ഒരു വലിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം തലേ ദിവസം ഞാൻ നമ്മുടെ ലോ കോളേജിൽ 1 ലക്ഷം രൂപ ഞാൻ രാവിലെ കിട്ടുകയായിരുന്നു. റെസീപ്റ്റ് പോലും വന്നില്ല. അച്ഛനൊന്നുള്ള പരിഗണനയില്ല. അല്ല ഞാൻ പലരെയും പോയി കാണുന്നു ഫീസിൻ്റെ ഇളവിന് വേണ്ടി. പക്ഷേ അച്ഛൻ പൈസ ഇത്ര അടയ്ക്കാൻ എന്നാണ് എടുത്ത് പറഞ്ഞത്. അച്ഛൻ പൈസ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് മക്കളെ ഈ പൈസ മുടക്കി പഠിപ്പിക്കുന്നത്? ഞാനും അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാനും ഈ പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു. പിന്നെ എങ്ങനെയാണ് ഇതിൽ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്? കാരണം നമ്മുടെ വരുമാനം അങ്ങനെയാണ്. ഒരു സ്റ്റേബിളായിട്ടുള്ള വരുമാനമുണ്ട്. എങ്ങനെ ചെയ്യും? പിന്നെ ഇവിടെ മാറി വാനേഴ്സിന് പോയി തിരക്കി. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു കോളേജിൽ അവർ പഠിപ്പിക്കുന്നു. മാറി വാനേഴ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അതിന് പിന്നെ പ്രൈവറ്റ് ആണെങ്കിൽ ആദ്യം ഞാൻ ചൂസ് ചെയ്ത് മാറി വാനേഴ്സ്, രണ്ടാമത് ചെറുവാനൂർ. ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ അച്ഛനെ പോയി കണ്ടു. ഞാൻ ദുബായിലാണ് പോയത്. നല്ലത് കുറച്ച് കിട്ടൊക്കെ വിചാരിച്ചു. അച്ഛൻ 4 ലക്ഷം രൂപ എന്നാ പൈസ 4 ലക്ഷം രൂപ. ഞാൻ കേട്ടു കോളേജിൽ ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ്റെ പൈസ തിരിച്ചില്ല. അത് 4 ലക്ഷം രൂപ. പിന്നെ ബാക്കി ഫീസ് എല്ലാം നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ ഞാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ തിരക്കിയപ്പോൾ അവിടുത്തെ മാനേജർ വിളിച്ചത് പറഞ്ഞു, അച്ഛാ നാളെ കൊണ്ട് പൈസ അടച്ചാൽ സീറ്റ് ഉറപ്പിച്ച് വയ്ക്കാൻ നല്ല തിരക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലുള്ള പൈസയും എല്ലാം പെട്ടെന്ന് എല്ലാം ക്രമീകരിച്ചു. അവസാനം 10 രൂപ നോട്ട് വരാനായിട്ട് എല്ലാം കൂടെ വാങ്ങിച്ചു പറഞ്ഞു 1 ലക്ഷം രൂപ വെച്ച് 2 പേരും കൂടെ നേരെ അത് പോയി കൊണ്ട് കൊടുത്തു. ഒരു പേപ്പർ 1 ലക്ഷം രൂപ പോയെന്ന് ചോദിച്ചു. പിന്നെ വേറെ എവിടെ കിട്ടിയ ഈ പൈസ അവർ പറഞ്ഞു റീഫണ്ടൊന്നുമില്ല. അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ ആരാധന കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് റിസൾട്ട് വന്നു. അത് എൻട്രൻസ് റിസൾട്ട് വന്നു. നിനക്ക് 273 ഞാൻ എന്നെ 2 ദിവസം മുമ്പ് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ 450 റാങ്ക് വന്നാൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടും. കാരണം അത്രയും സീറ്റുണ്ട് ഗവൺമെൻറ്
ഇങ്ങനെയുള്ള കോഴിക്കോട് ഇവിടെ സീറ്റ് നോക്കിയിട്ട് 400 നോക്കിയിട്ട് 273 പോയപ്പോൾ വളരെ ആശ്വാസമാണ്. എന്തായാലും രക്ഷപ്പെട്ടത്. അടുത്ത് ഒരു ചാൻസ് വന്നപ്പോൾ SIUC-യിൽ 2 SIUC കോട്ടയിൽ 2. ആദ്യത്തെ കുട്ടി ഇവിടെ വരികയാണെങ്കിൽ അവൻ എറണാകുളത്ത് പഠിക്കേണ്ടി വരും. ആ കുട്ടി എറണാകുളത്ത് പോവുകയാണെങ്കിൽ കോഴിക്കോട് പോവുകയാണെങ്കിൽ അവനിവിടെ പഠിക്കും. അങ്ങനെ വന്നപ്പോൾ അടുത്ത് വന്നപ്പോൾ ആ കുട്ടി വേറെ കോളേജ് തിരഞ്ഞെടുത്തു, അവരിവിടെ പഠിക്കാനുള്ള അവസ്ഥ. തൊട്ടടുത്തല്ലേ കുട്ടിട്ട് നടന്നാണ് ഒരു ഗവൺമെൻറ് കോളേജ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് കോളേജ് അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂളുകളൊക്കെ ഒക്കെ നോക്കുന്ന അത്രയും അങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അപകടം പറ്റിയ സമയത്തൊക്കെ ഓടി അങ്ങനെ എൻ്റെ വീട്ടിൽ വരെ വന്നവരുണ്ട്. അവിടേക്ക് നമ്മളെ കരുതി ഈ അടുത്ത സെൻറ്റാഴ്ചകളൊന്നും ഒരു വീഴ്ചയുണ്ടായെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് കാത്തു പരിപാലിക്കുന്നു. പിന്നെ രാജിയെക്കുറിച്ച് ഞാൻ നിൽക്കുന്ന പള്ളികളിലൊക്കെ അവളെ ജനിക്കുന്നത് പ്രാന്തോട്ടിടയിൽ വെച്ചാണ്. 2010 അവിടെ ഇരിക്കുന്നത്, അവിടെ വെച്ചാണ് ജനിക്കുന്നത്. അപ്പോൾ അതുമുതൽ അവിടെ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞതാണായിരുന്നു. അവിടെ 4 വർഷമായിരുന്നു. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കാര്യം അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പിള്ളേർ നമ്മൾ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്താം. എല്ലാ കാര്യത്തിലും അതിനെ നമ്മൾ ഇവിടെയും നമുക്കൊരു ആ ഒരു എനർജി കിട്ടി. കാര്യം പറഞ്ഞതുപോലെ തെറ്റിപ്പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. എനിക്കും നമുക്ക് വലിയ സന്തോഷമുള്ള നമ്മുടെ യുവാക്കളെ ദൈവം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറില്ല. അവർ എനിക്ക് എല്ലാവരും 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാത്ത മക്കളെ അല്ലേ. വൈകുന്നേരം 11 മണിക്ക് പോകുമ്പോൾ നമ്മളിവിടെ ഒരുപാട് യോജനകളിരിക്കുന്നു. പക്ഷെ നമ്മുടെ മക്കളെ ഞാൻ ഇന്നലെ കണ്ടില്ലേ. ജോയിസ് പലപ്പോഴും പറയാറുണ്ട്, അച്ഛാ മകൻ എപ്പോഴും വീട്ടിലുണ്ട്, അച്ഛൻ പുറത്തിറങ്ങി. ഞാൻ പറയുന്നു, ദൈവം നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കളെ ഈ വേറെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ഈ ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പഠിക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പോയി എനിക്കൊരു നല്ലൊരു സന്തോഷം നിങ്ങളുടെ കാര്യത്തിൽ. കാരണം നിങ്ങൾ തെറ്റായിട്ട് പോകാതെ വേണം നിങ്ങളെ നടത്തി തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഹയർ സ്റ്റഡി എൻ്റെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ TCS മിക്കവാറും ഈ മാസം ചെയ്യാൻ കൊടുക്കുമെന്ന് വെച്ചൊരു ദിവസമില്ല, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ട്യൂട്ടറൊക്കെ ഏൽപ്പിക്കുന്ന TCS, പിന്നെ ബിബ്ലിയോഗ്രാഫി കറക്റ്റ് ചെയ്യാനുള്ളത് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അടുത്ത മാസം എൻ്റെ PhD-ക്കുള്ള TCS കൊടുക്കും. പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് ഡിഗ്രി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുക. കാരണം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. 2019 ഞാൻ ഈ തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം കൊടുക്കണമെന്ന് വെച്ച് പിന്നെ ഈ ഇടയ്ക്ക് ഈ കോളേജിൻ്റെ കുട്ടിയോട് ചിലപ്പോൾ രാവിലെ അവിടെ പോയി വരാൻ സമയം കിട്ടുന്നില്ല. നമുക്ക് വൈകുന്നേരം വീട്ടിൽ വന്നാലും ഇത് മനസ്സ് തുറന്ന് ചെയ്യേണ്ട വർക്കുകളെല്ലാം. പക്ഷെ നമ്മൾ കിട്ടാത്ത ഒന്നിലേക്ക് ഡിലേ ആയെങ്കിൽ എത്രയും പെട്ടെന്ന് നൽകാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യുന്നതാണ്. ഓർക്കണമെന്ന് സ്നേഹിക്കുന്നു. പ്ലസ് 2 ആദ്യ സമയത്തുമായി നമുക്ക് ഒരുപാട് സമയമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇതുവരെ നിങ്ങൾ കാണിച്ച സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക നന്ദി. നിങ്ങളെനിക്ക് ഓർക്കുക, കാരണം ഇത് വേറൊരു കൾച്ചറിലാണ് നിങ്ങൾ അടുത്ത് പോകുന്നത്. കല്യാണ സമയത്ത് വേറൊരു കൾച്ചറാണ്. ഇതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് ഫാമിലി കൂടുതലുണ്ട്. ഇത് വലിയ സമയമാണ്. അവിടുത്തെ ഒരുപാട് ഇഷ്യൂസാണ് നമുക്ക് ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ദൈവം നിങ്ങളുടെ അടുത്ത് ഉപയോഗപ്പെട്ട് പ്രാർത്ഥിക്കുക. മിക്കവാറും സുശീല പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ എല്ലാ അച്ഛന്മാർ ഈ അടുത്ത സമയത്ത് നമ്മൾ അനീഷൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സമാധാനത്തിൻ്റെ നല്ല അച്ഛൻ സെമിനാരി പഠിപ്പിക്കുന്നു. അച്ഛനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പ്രാർത്ഥന സമയം ഞാൻ ഒരിക്കലും മാറുന്നു അച്ഛൻ. അച്ഛൻ അവിടെ എല്ലാ അച്ഛന്മാരെയും ശുശ്രൂഷ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവർ എല്ലാ പ്രാർത്ഥനയും ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റാണ് ആ ജനങ്ങളുമായി അവരുമായി. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ ഓർത്തു നന്നായി പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം അത് നമ്മുടെ ഒരു എന്താണ് നമുക്കൊരു ധൈര്യമാണ്. നമ്മൾ വഴി നടത്തിയ ഒരിക്കലും മാറ്റം എങ്ങനെയുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് മാതൃകയാണ് ചെയ്യുന്നത്. ഓർക്കണം, നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് വലിയ ശക്തി തന്നെയാണ്. തീർച്ചയായിട്ടും പറയാനൊക്കെ ഒരുപാട് എങ്കിലും നിർത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുവരെ കാണിച്ച സ്നേഹം കരുതലും നന്ദി. എല്ലാവരെയും എനിക്ക് എൻ്റെ അതിൽ ഒരു ഈ വിസിറ്റ് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കുറവായിരിക്കും ഞാൻ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യും. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ സ്റ്റീവൻ സാർ ഉണ്ടായിരുന്ന സമയത്ത് സാറ് കൃത്യമായിട്ട് ആഴ്ച 2 ദിവസം സാറിനോട് വരും. നിങ്ങളതിന് ഉൾക്കൊണ്ടു. പിന്നെ അത് റെഗുലറായി. പിന്നെ കോളേജിൽ ചുമതല കൂടിയപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ ഇടയ്ക്ക് എങ്കിലും അത്യാവശ്യം
ആരെങ്കിലും വിളിക്കുമ്പോഴാണ് അതിലൊരു പേഴ്സണലായിട്ട് എനിക്കൊരു വിഷമം എല്ലാം കൃത്യമായിട്ട് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊരു അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായി എന്നങ്ങനെയൊന്നും ക്ഷമിക്കുക എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ സഭയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ പലരോട് ദേഷ്യപ്പെടാം. ഒന്ന് അത് കത്തിയാലന്മാരോട് പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ മൈക്ക് ഓപ്പറേറ്റർ കാരണം വേറൊന്നുമില്ല ഈ എന്നെ ഞാൻ സംബന്ധിച്ച് ഈ ആരാധനയ്ക്ക് ഒരു നല്ലൊരു അന്തരീക്ഷം നല്ലൊരു വൈബ് ഇപ്പോഴത്തെ വൈബ് അതിനകത്തൊരു വൈബ് വേണം. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം എന്ന് ചിന്തയുണ്ട്. പിന്നെ കൃത്യമായി 7 മണിക്ക് ബെല്ലടിക്കണം. 8 മണിക്കാരാണ് 8 മണിക്കാരാണ് അതൊരു നിശ്ചയം. ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പാടില്ല. അത് കാരണം ഞാൻ ഇന്ന് 5 മിനിറ്റ് താമസിച്ചെങ്കിൽ 10 മിനിറ്റ് താമസിക്കും, 15 മിനിറ്റ് നിങ്ങൾ താമസിക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് പോകാം, പിന്നെ ഡിലേ ആയി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് 8 മണിക്ക് ഒരാളാണെങ്കിൽ ബെല്ലടിച്ചു ബാക്കിയുള്ള ജോയിൻ ചെയ്യട്ടെ. അതുകൊണ്ടൊക്കെ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഈ ബെല്ലടിക്കാൻ വേണ്ടി ആളിനെ വിളിച്ചോണ്ടെങ്കിൽ പാട്ടിടാൻ വേണ്ടി ആളിനെ വിളിച്ചോണ്ടെങ്കിൽ ഫോണെടുക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ദേഷ്യപ്പെടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത്. ഇന്നും 6 മണിക്കൊന്ന് പാട്ടിട്ടു, വളരെ സന്തോഷം. കാരണം എനിക്ക് എൻ്റെ പള്ളിയിൽ 5 മണിയാകുമ്പോൾ എൻ്റെ വലിയച്ഛനും അല്ല മക്കളും വന്ന് പാട്ടിടുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും അവിടുത്തെ പാട്ട് ഫോണിലിടുമായിരുന്നു. 5 മണി ഞായറാഴ്ച കൃത്യമായിട്ട് പാടും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോയ്ക്കോട്ടോട് തിരുന്നപ്പോൾ അവിടെ ഈ കപ്പിയെ രാവിലെ 5 മണിക്ക് പാടും. ഇവിടെ വന്നപ്പോൾ ആ ഒരു ഫീലിംഗ് തോന്നി. പക്ഷേ അന്ന് 7 മണിക്കായിട്ട് പാട്ടിട്ടില്ല ആദ്യ ദിവസം പോയി. പിന്നീടൊക്കെ ബെല്ലടിക്കുന്നതിനുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളതും ഉണ്ടായിരിക്കും. ഇനിയും പലപ്പോഴും നമുക്ക് കാണാം ഡിസ്ട്രിക്റ്റിൻ്റെയും മഹാനുകളുടെയും സഭയുടെ പ്രവർത്തനം കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം നല്ലൊരു എല്ലാവർക്കുമായ ആശംസകൾ.